ഏറ്റുമാനൂരിൽ 2 വർഷത്തിലധികമായി മുടങ്ങിക്കിടന്ന മാന്നാനം പാലത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചു. അതിരമ്പുഴ പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ട മാന്നാനം ഭാഗത്തെയും നീണ്ടൂർ പഞ്ചായത്തിലെ കൈപ്പുഴ ഭാഗത്തെയും ബന്ധിപ്പിക്കുന്ന പാലമാണിത്. കോട്ടയം ഭാഗത്തു നിന്നും കൈപ്പുഴ, നീണ്ടൂർ, കല്ലറ, കടുത്തുരുത്തി, തലയോലപ്പറമ്പ്, വൈക്കം എന്നിവിടങ്ങളിലേക്കും ആലപ്പുഴ, ചേർത്തല, വൈക്കം എന്നിവിടങ്ങളിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി, കുട്ടികളുടെ ആശുപത്രി, മാന്നാനത്തെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പ്രധാന റോഡായ കല്ലറ കൈതക്കനാൽ റോഡിലെ പാലമാണ് മാന്നാനം പാലം. എന്നാൽ കാലപ്പഴക്കത്തെ തുടർന്ന് പാലത്തിന് ബലക്ഷയം സംഭവിച്ചിരുന്നു. ഇതേ തുടർന്ന് 2 വർഷം മുമ്പ് പാലം പുനർനിർമ്മിക്കുന്നതിന് തുടക്കമിടുകയും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിക്കുകയും ചെയ്തു. എന്നാൽ ഇടയ്ക്ക് വെച്ച് പാലം നിർമ്മാണം മുടങ്ങി. നിലവിൽ കുട്ടോംപുറത്ത് നിന്നും വില്ലുന്നിലെത്തിയാണ് വാഹനങ്ങൾ മെഡിക്കൽ കോളേജ്, കോട്ടയം എന്നിവിടങ്ങളിലേക്ക് പോകുന്നത്. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിന് കീഴിൽ സമർപ്പിച്ച വിശദ പദ്ധതി രേഖ അനുസരിച്ചാണ് മാന്നാനം പാലം നിർമ്മിക്കാനുള്ള അനുമതി മന്ത്രിസഭായോഗം നൽകിയത്. 24.83 കോടി രൂപയാണ് മാന്നാനം പാലത്തിന് അനുവദിച്ചത്. പാലം പൊളിച്ച് പുതുക്കി പണിയാൻ തുടങ്ങിയപ്പോൾ പെണ്ണാർത്തോട് ദേശീയ ജലപാതയിൽ ഉൾപ്പെട്ടതാണ് 2 വർഷത്തിലധികമായി പാലം നിർമ്മാണം മുടങ്ങാൻ കാരണമായത്. പെണ്ണാർത്തോടിന് മുകളിലൂടെയാണ് പാലം സ്ഥിതി ചെയ്യുന്നത്. ദേശീയ ജലപാതയുടെ മുകളിലുള്ള പാലങ്ങൾക്ക് നിയമമനുസരിച്ച് 41 മീറ്റർ നീളം, 12 മീറ്റർ വീതി, ജലനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരം എന്നിവ വേണം. നിർമ്മാണം ആരംഭിച്ച പാലത്തിന് 10 മീറ്റർ നീളവും 4 മീറ്റർ വീതിയുമായിരുന്നു. ഇതിനെ തുടർന്നാണ് പാലം നിർമ്മാണം നിലച്ചത്. നീണ്ടൂർ, അതിരമ്പുഴ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് മാന്നാനം, നീണ്ടൂർ, കല്ലറ റോഡിലെ പാലം പണിമുടങ്ങിയത് ജനങ്ങളെ തീരാ ദുരിതത്തിലാക്കിയിരിക്കുകയായിരുന്നു. പിന്നീട് മന്ത്രി VN വാസവൻ ദേശീയ ജലപാത മാനദണ്ഡങ്ങൾ പാലിച്ച് പാലം നിർമ്മിക്കാൻ പുതിയ രൂപരേഖ സഹിതം അപേക്ഷ സമർപ്പിക്കുകയും തുക അനുവദിക്കുകയുമായിരുന്നു. ഈ പാലം പണി തുടങ്ങിയിട്ട് വർഷം എത്രയായി? 4-5 വർഷം കഴിഞ്ഞ് ഞങ്ങൾക്ക് ESI പോണെങ്കിൽ, കുട്ടികളുടെ ആശുപത്രി പോണെങ്കിൽ കിലോമീറ്റർ എത്ര? ഞാൻ ഒരു ഓട്ടോക്കാരനാണ്. ഞങ്ങൾക്ക് ഓടിയാലേ പൈസ കിട്ടുള്ളൂ. ചുറ്റി വളഞ്ഞു പോകാൻ ഞങ്ങൾ റെഡിയാ. ആ കുടുംബത്തിന്റെ ഒരു പ്രാരാബ്ദം നമ്മൾ കാണണ്ടേ? അതിനൊന്നും മര്യാദയില്ലേ? ഈ കൈപ്പിഴസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ പാലം ഇതിനു മുമ്പേ വന്നാണേ. അത് മരിച്ചുപോയി. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ഗവൺമെന്റ് ഈ പാലം ഒന്ന് തീർത്തു തരുവാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ ഉപകാരമാകും. അതായത് ഈ ജനത്തിനെ ബുദ്ധിമുട്ടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എന്നാലും ഇത് പണിയണമല്ലോ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം.